Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ്സ് പബ്ലിഷ്ഡ് ആണ്. സോ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള റിക്വസ്റ്റ് ആണ് ഏത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് നല്ല മാർക്സ് കിട്ടാൻ ഹെൽപ്ഫുൾ ആവുക. സോ ഇന്നത്തെ വീഡിയോയിൽ BCom സെക്കൻഡ് സെമസ്റ്ററിലെ ഓരോ സബ്ജക്ട്സിലെയും ബെസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സജഷൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അസൈൻമെൻറ്റ് സപ്പോർട്ടും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നെക്സ്റ്റ് മന്ത് നടക്കാൻ പോവാണ്. അതിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് സെമസ്റ്റർ എല്ലാവരും നല്ല രീതിയിൽ അസൈൻമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് സെമസ്റ്ററിലെ നമ്മുടെ ആദ്യത്തെ ഒരു പേപ്പർ എന്ന് പറയുന്നത് പ്രോബ്ലം പേപ്പർ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രോബ്ലം പേപ്പറാണ്. സോ അതിൽ ഡിസ്ക്രിപ്റ്റീവിൽ വരുന്ന 5 ചോദ്യങ്ങളിൽ ആദ്യത്തെ എക്സ്പ്ലെയിൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡിസ്കസ് ദെയർ ഡിഫറൻസസ് ആൻഡ് ഡീറ്റെയിലിംഗ് how these interest types are calculated as well as their respective applications in the financial world. അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. പിന്നെ കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി, സിഗ്നിഫിക്കൻസ് ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് വിത്ത് എക്സാമ്പിൾ. പിന്നെ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ദെൻ ആവറേജസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പർപ്പസ്, ടൈപ്സ്, പിന്നെ ഫിഷർ ഇൻഡെക്സ് നമ്പർ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇൻ യുവർ ആൻസർ ഡിസ്കസ് ദ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇതാണ് 5 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ ചെയ്യാനും നല്ല രീതിയിൽ അധികം എഫേർട്ട് എടുക്കാണ്ട് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ആവറേജസ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പർപ്പസ്, വാരിയസ് ടൈപ്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് കേട്ടോ. നല്ല ചോദ്യമാണ് അത്, ഈസി ക്വസ്റ്റ്യൻ. ഇനി അനലറ്റിക്കലാണ്. അനലറ്റിക്കൽ എപ്പോഴും കുറച്ചൊരു ഡിഫിക്കൽട്ട് ചോദ്യങ്ങളാണ് വരിക. അതിലാദ്യത്തെ വരുന്നത് കാൽക്കുലേറ്റ് ദ ഫ്യൂച്ചർ വാല്യൂ ആൻഡ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 25,000 പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക കേട്ടോ. ക്വാർട്ടർലി കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലം അഗെയിൻ ഹയസ്റ്റ് പെർഫോമൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. 6 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ഓക്കെ അഗെയിൻ പ്രോബ്ലം. പിന്നെ കൺസ്ട്രക്ട് എ സിമ്പിൾ അഗ്രഗേറ്റീവ്, നമുക്കിതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇൻഡെക്സ് നമ്പറിൻ്റെ ഒരു പ്രോബ്ലം നെക്സ്റ്റ് വരുന്നു. 3 പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്ന അതിലോട്ട് പോകാം. തിയറിയിലോട്ട് വരുമ്പോൾ അനലൈസ് ദ കൺസെപ്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ഹൈലൈറ്റിംഗ് ദിയർ ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്, ഇൻ്റർപ്രിട്ടേഷൻ, ആപ്ലിക്കബിലിറ്റി ഇൻ ബിസിനസ് ആൻഡ് ഇക്കണോമിക് ഡിസിഷൻ മേക്കിംഗ്. Then in a world of commerce, do you think there is a correlation between customer satisfaction and repeat business? Explain ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നവർ പ്രോബ്ലം ചെയ്യുക. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി ഇൻഡെക്സ് നമ്പറിൻ്റെ ഈസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രോബ്ലം ചെയ്യാൻ അറിയുന്നവർക്ക് അത് ചെയ്യാം. തിയറിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 4 ആണ്. 2 ബെറ്റർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 4 ആണ്. ബട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രസൻറ്റ് ചെയ്യണം. അനലറ്റിക്കലാകുമ്പോൾ സ്കോർ ചെയ്യണമെങ്കിൽ നല്ല പ്രസൻറ്റേഷൻ വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യായിരിക്കും ഇതിൽ ബെസ്റ്റ്. നമ്പർ 3 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. തിയറി ആണെങ്കിൽ നമ്പർ 4. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സബ്ജക്റ്റിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ലോ പേപ്പറാണ്. ലോ പേപ്പർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് തിയറിയിൽ. എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് under the Indian Contract Act 1872, discuss how offer, acceptance, consideration, capacity, free consent and legality of object together determine the enforceability of a contract. വലിയൊരു ചോദ്യം. പിന്നെ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്, എക്സ്പ്ലെയിൻ വാരിയസ് മെത്തേഡ്സ് ഓഫ് ഡിസ്ചാർജ്, പെർഫോമൻസ് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ബെയിൽമെൻ്റ് എന്താണ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. പിന്നെ നമ്പർ 4 വന്നിട്ടുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് 1930, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ, ഡിഫറൻസ് ബിറ്റ്വീനും കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ട്സ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, എൻ്റെ ഡെഫിനേഷനും ഡീറ്റെയിൽസ്.
5 ചോദ്യങ്ങൾ, 5ഉം വലിയ ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. എന്നാലും ഇതിൽ ബെസ്റ്റ് ചോദ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ 3 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ബെയിൽമെൻ്റ് എന്താണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, ദെൻ ദ ഐഡിയ ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് ആൻഡ് റെലവൻസ് ഓഫ് ലീൻ ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഈ ഒരു പാർട്ടാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് എഴുതേണ്ട വരാം. ഓക്കെ, അപ്പോൾ ബാക്കി 5 ഇതിൽ ഏറ്റവും കംഫർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 3 ആണ് കേട്ടോ, സ്കോർ ചെയ്യാനും. ദെൻ നമ്പർ നെക്സ്റ്റ് കോർപ്പറേറ്റ് ലോയിൽ അടുത്തത് അനലറ്റിക്കലാണ്. അനലറ്റിക്കൽ എപ്പോഴും ഡിഫിക്കൽട്ട് ചോദ്യമാണ് വരിക. ആദ്യത്തെ ഒരു ലോൺ ബാങ്കിൽ നിന്ന് എടുത്തു, ഫോർ വിച്ച് ഇറ്റ്സ് ഡയറക്ടേഴ്സ് പേഴ്സണൽ ഗ്യാരണ്ടി കൊടുത്തു. റിയൽ ലൈഫ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ലൈബിലിറ്റി ഷുവർട്ടി, കുറച്ചൊരു ഡിഫിക്കൽട്ട് ചോദ്യം. ദെൻ നെക്സ്റ്റ് അഗെയിൻ ഈ പറയുന്ന പ്രാക്ടിക്കല, രാജ് അഗ്രീസ് ടു ഇൻഡെംനിഫൈ അമിത് അഗെയിൻസ്റ്റ് ലോസസ് അറൈസിങ് ഫ്രം ഗവൺമെൻറ്, അതും പ്രോബ്ലം ആണ് കുറച്ച്. ദെൻ എ ഹോൾസെയിലർ സെൽസ് പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് ടു എ റീറ്റെയിലർ, അതും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേറ്റവും ബെറ്റർ ഏതെന്ന് നോക്കാം. എല്ലാതും പ്രാക്ടിക്കലാട്ടാ, നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും ബെറ്റർ ഏതെന്ന് നോക്കാം. പേഴ്സണൽ യൂസ് വിത്തൗട്ട് പ്രിയസ് കൺസെൻറ്റ് വിച്ച് റിസൾട്ട് ഇൻ ഡാമേജ് റൈസ് വെഹിക്കിൾ. ദെൻ കമ്പനി ഫോറം കോർപ്പറേറ്റ് വാണ്ട്സ് ടു ആൾട്ടറേറ്റ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, എ ന്യൂ ക്ലോസ് മൈനോറിറ്റിയുടെ വരുന്നു. 5 ചോദ്യങ്ങൾ കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ്. ലോ പേപ്പറാണ് ഇപ്പം ഇതിൽ അനലറ്റിക്കൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെയും കുറച്ചൊന്ന് ഭേദമുള്ള ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഹോൾസെയിലർ സെൽ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് ടു റീറ്റെയിലർ, ദ ഗുഡ്സ് കംപ്ലൈ വിത്ത് ഡിസ്ക്രിപ്ഷൻ ബട്ട് are later found unfit for human consumption due to improper storage before delivery, analyze the implied condition and warranties under Sale of Goods Act and discuss the remedies available to the buyer. കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ്. റിയൽ ലൈഫ് ക്വസ്റ്റ്യനാണ്. 5 ഭേദം നമ്പർ 3 ആണ്. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം എഴുതാം, അല്ലെങ്കിൽ സ്കോർ കിട്ടില്ല കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ലോ പേപ്പർ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പേപ്പറാണ്. സോ അതിൽ ഡിസ്ക്രിപ്റ്റീവിൽ വരുന്ന ചോദ്യങ്ങൾ ആദ്യം ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ് ആൻഡ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് റീഡിംഗ് സ്കിൽ. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താണ്, വാട്ട് സ്കിൽസ് ആർ എസെൻഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റർപ്രറ്റിംഗ് എ ടെക്സ്റ്റ് ഇഫക്റ്റീവ്ലി, പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്, എക്സ്പ്ലെയിൻ ഹൗ ഈച്ച് ടൈപ്പ് ഈസ് യൂസ്ഡ് ടു കൺവേ മീനിങ് ഇഫക്റ്റീവ്ലി. Then concept of concord in English and explain different types of concord. അപ്പോൾ 5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് വൺ. റീഡിങ് ടൈപ്സ്, മെത്തേഡ്സ്, ടെക്നിക്സ് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് ഇഫക്റ്റീവ് റീഡിങ് സ്കിൽസ്. അപ്പോൾ അത് തന്നെ എഴുതാൻ നോക്കാം, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അനലറ്റിക്കൽ പാർട്ട് വരുമ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടെൻസസ് ഇൻ ഇംഗ്ലീഷ്, എക്സ്പ്ലെയിൻ ദെയർ ഫോംസ്, യൂസസ്, റോൾ, എക്സ്പ്രസിങ് ടൈം ആൻഡ് സീക്വൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ elucidate the rules for converting direct speech into indirect speech and changes that occur in different types of sentences, illustrating your answer with suitable example. പിന്നെ active and passive voice ഇംഗ്ലീഷിൽ write an essay on the topic, is reading habit declining in youth, prepare a study report on animal abuse in your state. 5 ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഇതാ, ഈസ് റീഡിങ് ഹാബിറ്റ് ഡിക്ലൈനിങ് ഇൻ യൂത്ത്. ഇതൊരു ജനറൽ ടോപ്പിക്കാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുക നമ്പർ 4 ആയിരിക്കും കേട്ടോ ഇതിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്രിമിനോളജി നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്ത വാല്യൂ ആഡഡിൽ ക്രിമിനോളജി കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ കൊടുക്കുന്ന പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് പറയാം. മെഷീൻ ലേണിങ്ങും കൊടുക്കുന്നില്ല നമ്മുടെ സ്ഥാപനം. മൾട്ടി ഡിസിപ്ലിനറിയിൽ നെക്സ്റ്റ് പേപ്പറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സജഷൻസ് പറയാം. നമ്പർ 1, എക്സ്പ്ലെയിൻ ദി ഇവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രം ദ പ്രീ ഡിജിറ്റൽ ഇറ ടു പ്രസൻറ്റ് ഡേ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ കൺസ്യൂമർ ബിഹേവിയർ. പിന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, വാരിയസ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ വെബ് ഡിസൈൻ എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ എലമെന്റ്സ് ലൈക്ക് ലേഔട്ട്, typography and image contribute to a seamless user experience. SEO എന്താണ്, in digital marketing explain different phases of successful SEO.
ആദ്യത്തെ ചോദ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും എളുപ്പം വൺ, ഈസിയസ്റ്റ് വൺ. ഇവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രീ ഡിജിറ്റൽ എറ ടു ദ പ്രസൻറ്റ്. ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അനലറ്റിക്കലിലോട്ട് കിടക്കാം നമുക്ക്. നെക്സ്റ്റ് അതിൽ റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പയർ എ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് 2 Indian brands, one that successfully uses email marketing, one that excel mobile marketing. Then conduct competitor research analysis for a local business of your choice to identify opportunity, digital growth. Okay. Then prepare digital marketing budget allocation plan for a new startup. ഒക്കെ റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പെർഫോം എ കീവേഡ്സ് റിസർച്ച് എക്സസൈസ് ഫോർ എ ഹൈപ്പോത്തറ്റിക്കൽ ബിസിനസ്. ഇവാലുവേറ്റ് ഇമ്പാക്ട് ഓഫ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിംഗ് വേഴ്സസ് SEO. 5 റിയൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും ഇതിൽ ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ആണ്. 2 Indian ബ്രാൻഡ്സ് ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നു, എക്സൽ ഇൻ മൊബൈൽ മാർക്കറ്റിംഗ്. നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടി ഡിസിപ്ലിനറി പറയാനുള്ളത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഓഫർ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് BCom സെക്കൻഡ് സെമസ്റ്ററിലെ 4 സബ്ജക്ട്സിൽ ഏറ്റവും ബെസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഏത് ചോദ്യമാണെങ്കിലും അതിൻ്റെ സ്കോപ്പ് അനുസരിച്ചിട്ടും സിമ്പിളായിട്ടുള്ള ചോദ്യം അനുസരിച്ചിട്ടും സിലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ പറ്റും, മാർക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ്സ്. അപ്പോൾ എല്ലാവരും ഡേറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമാണ് വരാൻ പോകുന്നത്. നിർബന്ധമായും കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.